ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോഷ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള AI ഇമേജസ് ഇല്ലേ, നമ്മൾ ഗൂഗിൾ ജെമിനി വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നൊക്കെ ഉണ്ട്, പലരും ഇടുന്നുണ്ട്. എന്നാലും മിക്കവർക്കും അറിയില്ല അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എന്നാൽ ആഗ്രഹമായിട്ട് ഉണ്ട് താനും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജെമിനി പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ജെമിനി ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷെ അത് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല, ശരിയായില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ഒബ്ജക്ട്സ്, അതായത് ഹ്യൂമൻ ബീയിങ്സ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. വല്ല പട്ടിയുടെയോ പൂച്ചയുടെയോ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഇമേജസ് അങ്ങനത്തെയൊക്കെ ചെയ്തുതരാം, പക്ഷേ ഹ്യൂമൻ ഇമേജസ് ചെയ്യുന്നില്ല എന്നാണ് ഡയറക്റ്റ് ഗൂഗിളിൽ ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഗൂഗിൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയിട്ട്. ഓക്കെ, ഞാൻ കാണിച്ചുതരാം ഗൂഗിൾ ജെമിനിയുടെ ഐക്കണൊക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് പ്ലേ സ്റ്റോർ എടുത്തപ്പോൾ എനിക്ക് ഗൂഗിൾ ജെമിനി ഇങ്ങനത്തെ ഒരു സൈനാണുള്ളത്. അത് നമ്മൾ ആ സൈനിലുള്ളത് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഈ വിൻഡോ ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കണ്ടില്ലേ നിങ്ങൾ? അതിൻ്റെ അടിയിലായിട്ട് ഏറ്റവും അടിയിൽ നോക്കുമ്പോൾ ആസ്ക് ജെമിനി എന്ന എഴുതി കണ്ടോ? അതിൻ്റെ കൂടെ ഒരു പ്ലസ് സൈൻ കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. ആ പ്ലസ് സൈനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടി. അതിൽ നമ്മൾ ഈ താഴെ കാണുന്ന ആസ്ക് ജെമിനിയിലത്തെ പ്ലസ് സൈൻ, അത് നമുക്ക് ഫയലുകൾ ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സൈനാണ്, സൈനാണ് പ്ലസ് എന്ന് പറയുന്നത്. അതൊന്ന് പ്രസ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. പ്ലസ് സൈനാണ് നമ്മൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗാലറിയിൽ നിന്ന് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഗൂഗിളിൽ കാണുന്നില്ലേ, മെയിലൊക്കെ ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവാറില്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇമേജ്, ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ചെയ്ത് അത് ഫസ്റ്റ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഇമേജ് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ ഞാൻ ഒരു ഇമേജ് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇമേജ് അറ്റാച്ച് ചെയ്തപ്പോൾ അവിടെ കണ്ടോ ആസ്ക് ജെമിനി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ? അവിടെയാണ് നമുക്ക് ഈ കമൻറ്റ്, ഒരു കമൻറ്റ് ഉണ്ട്, ഒരു പ്രോംപ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അവിടെയാണ് കൊടുക്കേണ്ടത്. ആസ്ക് ജെമിനി ഉള്ളിടത്ത് നമുക്കൊരു കമൻറ്റ് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഞാൻ റെഡ് സാരിയിലുള്ള ലുക്ക് കിട്ടാനാണ് ആ കമൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് കാണിക്കാം കേട്ടോ. ആ കമൻറ്റ് അവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വാട്സപ്പിലൊക്കെ സെൻഡിന് കാണുന്ന ഒരു ആരോ പോലത്തെ സിമ്പിൾ കണ്ടോ? ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് വരും. നമ്മൾ എന്ത് കമൻറ്റാണോ കൊടുത്തിരിക്കുന്നത്, എന്ത് പ്രോംപ്റ്റാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ലാസ്റ്റ് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം അത്. അപ്പോൾ ആസ്ക് ജെമിനിൻ്റെ അവിടെ ഞാൻ ഈ കമൻറ്റാണ് പേസ്റ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് സെൻഡ് ഐക്കൺ ഇത് അമർത്താണ് ഉണ്ടായത്. ഓക്കെ, ഫോട്ടോയുടെ ഇടയിൽ ആസ്ക് ജെമിനിയിൽ ഞാൻ കമൻറ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വാട്സപ്പിന് സെൻഡ് ചെയ്യുന്ന പോലത്തെ ഐക്കൺ അമർത്തിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഓക്കെ, ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം എന്താ ചെയ്തതെന്നുള്ളത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ താഴെ ഒരു പ്ലസ് സൈൻ കണ്ടു. ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫോട്ടോ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അറ്റാച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ, ഇപ്പോൾ ഇങ്ങനത്തെ സാരിയിലുള്ള ഫോട്ടോയ്ക്ക് എന്ന് വെച്ചാൽ നമ്മൾ സിംഗിൾ ഫോട്ടോ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, മറ്റേ സാധാരണ അതിനൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പ്രോംപ്റ്റാണ്, എന്ത് രീതിയിലാണ് അത് മാറ്റേണ്ടതെന്നുള്ളത്. ഇപ്പോൾ റെഡ് സാരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ റെഡ് സാരി പ്രോംപ്റ്റിൻ ഗൂഗിൾ ജെമിനി നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ കമൻറ്റ്, ആ പ്രോംപ്റ്റ് കിട്ടും നമുക്ക്. അതാണ് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ വൈറ്റ് സാരിയിലെന്ന് വെച്ചാൽ വൈറ്റ് സാരി ഇൻ ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ AI അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രോംപ്റ്റ് കിട്ടും. ഒരു കമൻറ്റാണ്, ഒരു ഫുൾ ഇങ്ങനെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതിയിട്ടുള്ള ഒരു കമൻറ്റാണ്. അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് സെൻഡ് എന്ന് പോലത്തെ ഒരു ഓപ്ഷൻ, വാട്സപ്പിലൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഒരു ആരോ പോലത്തെ ഒരു ഓപ്ഷൻ വരില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ഇത്രയുള്ള പ്രൊസീജിയർ. അപ്പോൾ പിന്നെ ജനറേറ്റ് ചെയ്ത് വന്നോളും. ആ ജനറേറ്റ് ചെയ്ത ഇമേജ് നമുക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തത്. ജെമിനി ഓപ്പൺ ചെയ്യുക, പ്ലസ് സൈൻ എടുക്കുക, ഇമേജ് അറ്റാച്ച് ചെയ്യുക. പിന്നെ എന്താണോ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് കമൻറ്റ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ആ കമൻറ്റ് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അമർത്താം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും.
സോ ഞാൻ റെഡ് സാരികളിൽ കൊടുത്തപ്പോഴുള്ള റിസൾട്ടാണ് ഞാൻ കാണിച്ചത്. അതിനുള്ള കമൻറ്റും നേരത്തെ കാണിച്ചില്ല, ആ കമൻറ്റാണ് ഉള്ളത്. ജസ്റ്റ് ചില കമൻറ്റുകൾ പറയാം. ഇത് വൈറ്റ് സാരിയിലുള്ള ഒരു ഇത് കിട്ടാനാണ് നമുക്ക് വേണമെങ്കിൽ ഈ കമൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ഇങ്ങനത്തെ ഇമേജ് 3D മോഡലിലുള്ള ഒരു ഇമേജ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കമൻറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഇമേജസും കൂടി ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത് വെച്ചിട്ട് കിട്ടിയ ഇമേജസാണ് ഇതൊക്കെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ സിമ്പിളാണ് ചെയ്യാനായിട്ട്. കുറച്ചൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നല്ല അടിപൊളി ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ ട്രെൻഡിനൊപ്പം പോകുന്നുണ്ടല്ലോ നമ്മുടെ മോട്ടിവേറ്റ്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ട്രയൽ അടിച്ച് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയാണ് ഇതൊക്കെ ചെയ്തത്. ഇന്നലെ കുറേ ഇമേജസ് ഞാൻ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. നെക്സ്റ്റ് ഡേ ചെയ്യാം എന്നുള്ളൊരു ഇതാണ് ചെയ്തത്. പക്ഷേ ചിലപ്പോൾ ആ ഒരു സ്ട്രെച്ച് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ ഫ്രീ ആയിട്ട്. സാധാരണ വരുമ്പോൾ അങ്ങനെയാണല്ലോ, ആ തുടക്കം കുറച്ചല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം തുടക്കം തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല നല്ല ഇമേജസ് നോക്കി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളെ പണി പിടിക്കാതിരിക്കേണ്ടേ, നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇമേജസ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി അവർ പെയ്ഡ് ആക്കുമെന്ന് അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ. എനിക്കെന്തായാലും ഇന്നലെ ചെയ്യാൻ പറ്റി. ഇന്നലെ ഞാൻ കുറേ ഇമേജസ് ചെയ്തു. ഇന്ന് ചെയ്യാൻ നോക്കിയപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പുതിയ ട്രെൻഡിനൊപ്പം പോവാം. അപ്പോൾ താങ്ക് യു, ബൈ.